നമ്മളിതാ ഡ്രസ്സ് എടുക്കാൻ വന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ മാസം ലാസ്റ്റ് നമുക്കൊരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. ഞങ്ങോട്ടിതാ ഉറക്കം വരാറ് ഫോണ് വീണ ഉറക്കം വന്നിട്ടുണ്ട് നൈനോട്ടിക്ക്. ഒറ്റ മിനിറ്റ് നൈനോ, അമ്മ എടുക്കാം വാ. എന്താന്ന് പറ. എന്ത് എന്താണ് ചോക്ലേറ്റ്? ഓ അതോ, ഓക്കെ. ആ വാങ്ങാൻ പറ്റും. അതിനെങ്ങോട്ട് ഹായ് പറ. ഇങ്ങോട്ട് കയറണേ. നടക്ക്. ഇന്ന് എവിടെയാ പോന്നെ നമ്മള്? എന്തിനു വന്നതാ നമ്മള്? ആർക്ക്? അവിടെയല്ലേ? ആ കിഡ്സിൻ്റെ എത്തിട്ടോ. ഇവിടേക്ക് കടന്നപ്പോൾ നല്ല പാട്ടാട്ടോ. പാട്ടുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് എന്തായാലും കിട്ടും. അതുകൊണ്ട് ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തേ. ആദ്യം തന്നെ നൈനോട്ടിക്ക് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത്. അവൾ കുറച്ച് സമയം അടങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ ഈ നിൽക്കുന്ന സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഡ്രസ്സ് എടുക്കണം. പിന്നെ വണ്ടിയിൽ നിന്ന് വരുമ്പോൾ ഉറങ്ങിയതായിരുന്നു. ഈ ഉറക്കത്തിൻ്റെ പിച്ചിൽ ആൾ കുറച്ച് നേരം സൈലൻ്റ് ആയിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയെങ്കിലും ആൾക്ക് ഡ്രസ്സ് എടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ കല്യാണത്തിൻ്റെ അന്ന് ഇടാനുള്ള ലാച്ചിയാണ് നോക്കുന്നത്. അപ്പോൾ നൈനോട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. അമ്മ ഇത് മതി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഇതിട്ട് നടന്നുണ്ടെങ്കിൽ ഞാൻ ഇതും പിടിച്ച് നടക്കേണ്ടി വരും തോന്നുന്നു. കാരണം കുറച്ച് ഇറക്കം കൂടുതലാണ്. മോളെ ഇത് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും കേട്ടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ കൂടെ ഒരു ഷാളും കൂടി ഉണ്ട്. പിന്നെ കുട്ടിയൊക്കെ ഷാൾ കിട്ടിയാൽ അത് മതിയല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു യെല്ലോ കളർ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായി ഞാൻ ഡ്രസ്സ് കാണാൻ. ആൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു. അതെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ അമ്മ എനിക്ക് 3-4 ഡ്രസ്സ് വേണം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എണ്ണം കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേളായിട്ടോ നൈനോട്ടി. അങ്ങനെ പിടിച്ച് ഒരു വിധം ഒപ്പിക്കുന്നുണ്ട്. ഈ കുട്ടികളെ കൂട്ടി ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഭയങ്കര തലവേദനയാണ്. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞ് അങ്ങനെ ആ ഡ്രസ്സ് തന്നെ എടുത്തേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രോക്കും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രോക്ക് എടുക്കാൻ പോവുകയാണെങ്കിൽ ഫ്രോക്ക് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഫ്രോക്കിൻ്റെ കളക്ഷൻ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഏതെടുക്കുമെന്ന് എനിക്കിഷ്ടാവുന്ന നൈനോട്ടിക്ക് ഇഷ്ടാവില്ല. അങ്ങനെ തെരഞ്ഞെടുക്കുകയാണേ. ഇതൊക്കെ നെറ്റിൻ്റെ ഡ്രസ്സുകൾ കേട്ടോ. നെറ്റിൻ്റെ ഡ്രസ്സ് എനിക്ക് വലിയ ഇഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ വേറെ ഓരോ ഡ്രസ്സുകളൊക്കെ നോക്കിയതാ. ഈ മുന്നിൽ ഈ ഫ്ലവറുള്ള ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കിട്ടോ. കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇട്ടപ്പോൾ ആൾക്ക് അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് അവിടെ തന്നെ വെച്ചിട്ടു. ഒക്കെ ഇഷ്ടമായി. അങ്ങനെ നൈനോട്ടിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞത്. നിങ്ങൾ ഈ കാണുന്ന ഡ്രസ്സൊന്നല്ല കേട്ടോ നമ്മൾ എടുത്തത്. ലാസ്റ്റ് നമ്മളെ വീഡിയോ പിന്നെ നമ്മളെ സബ് ചെയ്ത് നമ്മളെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം കേട്ടോ ഞങ്ങൾ ഏതൊക്കെ ഡ്രസ്സ് എടുത്തതെന്ന്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് നമുക്ക് പണി കിട്ടിയത് കേട്ടോ. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ആണ്. ഇത് കണ്ടതോടെ അവർക്ക് ഡ്രസ്സും വേണ്ട ഒന്നും വേണ്ട.
പിന്നെ അങ്ങോട്ട് വാശി പിടിക്കലായിട്ടായി, അമ്മേ എനിക്ക് ഇത് കയറണം, എന്നോടാ പറയാ. ഞാൻ പറഞ്ഞു കുറച്ച് അച്ഛനെ വെറുപ്പിച്ചോന്ന് പറയും, പക്ഷേ അവർ പോകില്ല കേട്ടോ. ഇനി ഡ്രസ്സ് എടുക്കാനല്ലേ വന്ന്, ഡ്രസ്സ് എടുക്കണ്ട അമ്പാടി. നൈനു ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞോ? അമ്മയ്ക്കൊന്നും വേണ്ട. മക്കളെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് മസാജും കണ്ടു കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യാലോ എന്ന് വിചാരിച്ച ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ കയറി റെസ്റ്റ് എടുത്തു. ബാക്ക് മസാജറാണേ. നീ അങ്ങനെ കിടക്കണ്ടെന്ന് പറഞ്ഞിട്ടതാ എൻ്റെ ഭർത്താവും മസാജ് ചെയ്യാൻ തുടങ്ങിട്ടോ. എന്തൊരു അസൂയാ നോക്കിയേ. ഏതാ കളിക്കുന്നേ? ഇത് കളിച്ചോ? പാടാ ബോളിന്റെ കളിക്കുന്നേ? ഇതിന് രണ്ടിനും ഒരേ ചാർജാ? ഏതാ പഠിക്ക്? അപ്പുറത്തെ കൂടെ അങ്ങോട്ട് കൂടെ. ആ വേഗം കൂടെ ആക്കണ്ടേ? പോട്ടെ, ടൈമോട്ടോ ഇവരെ കൊണ്ടാവില്ല. സ്പീഡാക്കണേ, നിങ്ങളാക്കിക്കോ. വേഗം കൊണ്ടുപോയിക്കോ, വേഗം കൊണ്ടുപോയിക്കോ. ആ കിട്ടി. അങ്ങനെ ഞങ്ങളെ 100 രൂപ കിട്ടി. അടുത്ത് നോക്കാം. എന്ത് ഇല്ല എനിക്ക് പോകാൻ പറ്റില്ല. അമ്പാടിക്ക് അതിൻ്റെ പോകാൻ പറ്റില്ല. അമ്പാടി ഡ്രസ്സ് എടുക്കാനൊന്നും ആൾ വന്നില്ലേ. അവസാനം ഞാൻ പറഞ്ഞു മോൻ്റെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്നിട്ടോ. ഇവന് കുറേ നേരം ഞങ്ങൾ ഡ്രസ്സൊക്കെ തിരഞ്ഞ് ഒന്നും ഇഷ്ടമാകുന്നില്ല കേട്ടോ. അവസാനം തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുത്ത്. അങ്ങനെ 2 പേര് അതിൻ്റെ ഉള്ളിൽ കളിക്കുമ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി കേട്ടോ. ഏതായാലും 1 മണിക്കൂർ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഞങ്ങൾ അപ്പത്തേ വിചാരിച്ച് എനിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടല്ലോ, അതുകൊണ്ട് അതെടുത്ത് വരാമെന്ന് വിചാരിച്ച് ഇവരെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ പോവുക കേട്ടോ. അമ്പാടി എവിടെ പോയി? അമ്പാടി വീട്ടിലാക്കി 2 ചിമ്പാൻസികൾ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊന്ന് പോയി നോക്കാം കേട്ടോ. ഏതായാലും 1 മണിക്കൂർ വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കും. ബാക്കി നമുക്ക് വേണ്ട ഡ്രസ്സ് കുറച്ചുകൂടി പർച്ചേസ് ചെയ്യാണ്ട് പോയി നോക്കാം കേട്ടോ. കൂട്ടതാ ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ വന്നാണ്. മക്കൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്നുണ്ട്. ഇനി അവരെ കൂട്ടി വന്നിട്ട് അവർക്ക് വാങ്ങി കൊടുക്കണം. ഈ ഡിസൈൻ നല്ല ഭംഗിയില്ലേ?
ആ ഡിസൈനിൽ ആ ഫ്രെയിം വെച്ചപ്പോൾ നല്ല ഭംഗി തോന്നുന്നേ. അപ്പോൾ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണേ. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. വാ വാ നൈനു. വേറെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ജ്യൂസ് കുടിക്കാൻ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഗോളി സോഡ വാങ്ങി തരൂല, ജ്യൂസ് വാങ്ങി തരും കേട്ടോ. നമ്മളിതാ ഗോളി സോഡയ്ക്ക് കച്ചറുണ്ടാക്കുന്നുണ്ട് ഗൈസ്. അതിനോട് നല്ല മോള, മോളെ സോപ്പിട്ടാൽ വേഗം വീഴുന്ന മോള. 2 പേർക്ക് ഞങ്ങൾ അനാറിൻ്റെ ജ്യൂസാട്ടോ ഓർഡർ ചെയ്ത്. പിന്നെ ഒരു ക്ലബ് സാൻഡ്വിച്ചും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുടിച്ചത് തന്നെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ മക്കൾക്കും അത് വാങ്ങിക്കൊടുത്താണ്. അങ്ങനെ ഇന്നത്തെ പർച്ചേസിങ് ഞങ്ങൾ നിർത്തുകയാണ്. ഞങ്ങൾ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്, അതുകൊണ്ട് തന്നെ എല്ലാ ഡ്രസ്സും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നൈനോട്ടിക്കും പിന്നെ എനിക്കും മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ഡ്രസ്സ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഞങ്ങൾ വീഡിയോസ് ഉണ്ടാവും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.